സ്റ്റുഡൻസ് പോകുന്നത് ജീൻ പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തമാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി, കാറ്റഡ് സൈക്കോളജി, കാറ്റഗറി 2. ജീൻ പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തിലെ, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയില് 4 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, ജനനം മുതൽ 2 വയസ്സ് വരെ. 2, പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 മുതൽ 7 വയസ്സ് വരെ. 3, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 മുതൽ 11 വയസ്സ് വരെ. 4, ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, 11 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ. നമുക്ക് ഓരോ ഘട്ടങ്ങളും വിശദമായി പഠിക്കാം. ഘട്ടം ഇന്ദ്രിയ ചാലക ഘട്ടം, അതായത് 0 മുതൽ 2 വയസ്സ് വരെ, കുട്ടി ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിൽ കുട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ തിരിച്ചറിയുക? കുട്ടി കാഴ്ച, സ്പർശം തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെയാണ്, അതായത് ഇന്ദ്രിയങ്ങളിലൂടെയോ ആണ്, അല്ലെങ്കിൽ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയാണ് കുട്ടി ലോകത്തെ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനമാണ് വസ്തുസ്ഥിരത. വസ്തുസ്ഥിരത എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കൺമുന്നിൽ നിന്ന് മാറിയാലും അത് നിലനിൽക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് ഈ ഘട്ടത്തില് കുട്ടിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി ഇന്ദ്രിയങ്ങളിലൂടെയും ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയുമാണ് എന്ത് ചെയ്യുക? വസ്തുക്കളെ തിരിച്ചറിയുക. അതായത് കാഴ്ച, സ്പർശം. അത് മാത്രല്ല, ഈ കാലഘട്ടത്തിൽ വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവും. ഒരു വസ്തു കൺമുന്നിൽ നിന്ന് മാറിയാലും അത് നിലനിൽക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. വസ്തുസ്ഥിരതയ്ക്ക് നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്ക് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇപ്പം ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ പന്ത് നമ്മള് മൂടി വെച്ചു, തുണി കൊണ്ട് മൂടി വെച്ചു. 8 മാസത്തിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ കുട്ടി വിചാരിക്കും പന്ത് അപ്രത്യക്ഷമായി, ഇനി കിട്ടില്ല എന്ന് പറഞ്ഞ് കുട്ടി ഒന്നെങ്കിൽ കരയും, അല്ലെ കളി നിർത്തി പോകും. എന്നാൽ ഇന്ദ്രിയ ചാലഘട്ടത്തിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് ഒരു വയസ്സിന് ശേഷം 1.5-2 വയസ്സോട് അടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും എന്ത്? പന്ത് തുണിക്കടിയിൽ ഉണ്ടെന്ന്, അതായത് നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കി. കുട്ടി എന്ത് ചെയ്യും? അത് തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കും. 8 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ, 1 വയസ്സ് 1.5 വയസ്സാകുമ്പോൾ കുട്ടി അത് തിരഞ്ഞ് കണ്ടുപിടിക്കും. ആ വസ്തുവിനെ കുറിച്ചൊരു സ്ഥിരത ഉണ്ടാവും. വസ്തു നമ്മൾ ഒളിപ്പിച്ചു വെച്ചാലും വസ്തു അവിടെ ഉണ്ടെന്ന് ഈ ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോസ് ആൻഡ് എഫക്റ്റ്, കാര്യകാരണ ബന്ധം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ കയ്യിൽ കിലുക്കാൻ പെട്ടി നൽകുന്നു. ഇത് കിലുക്കാൻ പെട്ടിയില്ല, അത് നൽകുന്നു. കുട്ടി അതെന്ത് ചെയ്യും? കുലുക്കുമ്പോൾ, യാദൃച്ഛികമായിട്ട് കുലുക്കുമ്പോൾ നമുക്ക് കുട്ടി എന്ത് കേൾക്കും? ആ ശബ്ദം കേൾക്കും. ആ ശബ്ദം കേൾക്കാൻ വേണ്ടി കുട്ടി വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? അത് കുലുക്കും. അപ്പൊ തന്റെ പ്രവൃത്തി ഒരു മാറ്റം ഉണ്ടാക്കുന്നു എന്ന് കുട്ടി ഇവിടെ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അതായത് കിലുക്കാൻ പെട്ടി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നാൽ ശബ്ദം കേൾക്കും. അപ്പൊ ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ആ കിലുക്കാൻ പെട്ടി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നാൽ മതി എന്ന് കുട്ടി പഠിക്കും. അതാണ് കാര്യകാരണ ബന്ധം. അതായത് ഈ കാലഘട്ടത്തിൽ കുട്ടി അച്ചീവ് ചെയ്യുന്നതാണ് കാര്യകാരണ ബന്ധം, കോസ് ആൻഡ് എഫക്റ്റ്. അതായത് കിലുക്കാൻ പെട്ടി കയ്യിലുള്ള കുട്ടി ജസ്റ്റ് അറിയാതെ കുട്ടി കുലുക്കിയതാണ്. കുട്ടി അറിയുന്നില്ല, ഇത് കുലുങ്ങുന്നൊന്നും കുട്ടിക്ക് അറിയുന്നില്ല. കുട്ടി ജസ്റ്റ് ഒന്ന് കുലുക്കിയപ്പോ ശബ്ദം ഉണ്ടായി. അപ്പൊ കുട്ടി വീണ്ടും വീണ്ടും കുലുക്കി. അപ്പൊ കുട്ടിക്ക് എന്ത് മനസ്സിലായി? കാരണം മനസ്സിലായി. ഈ കുലുക്കിയപ്പം ശബ്ദം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇനിയും കുലുക്കിയാൽ എന്തുണ്ടാവും? അതായത് ഇനിയും ഈ കിലുക്കാൻ പെട്ടി കുലുക്കിയാൽ ശബ്ദം ഉണ്ടാവും. അപ്പൊ കുട്ടി വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു? ഇത് കിലുക്കുന്നു. ഇന്ദ്രിയ മറ്റൊരു പ്രത്യേകതയാണ് അനുകരണം. നമ്മൾ അനുകരിക്കുന്ന കാര്യം കുട്ടി അതേപടി എന്ത് ചെയ്യും? അനുകരിക്കും. നമ്മൾ ടാറ്റ കൊടുത്താൽ കുട്ടി നമുക്ക് തിരിച്ച് ടാറ്റ തരും. നമ്മൾ കുട്ടിയെ നോക്കി ചിരിച്ചാൽ കുട്ടി തിരിച്ച് ചിരിക്കും. അപ്പൊ ഈ കുട്ടിക്ക് അത് ലോകത്തെ മനസ്സിലാക്കാനുള്ള ഈ കുട്ടിയുടെ ശ്രമമാണ്. അത് കുട്ടി മനസ്സിലാക്കുകയാണ് എങ്ങനെ മറ്റൊരാളോട് പെരുമാറണം. അപ്പൊ കുട്ടിക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം, അത്രേ ഉള്ളൂ. അടുത്ത ഈ ഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അമൂർത്തമായ തിരിച്ചറിവില്ലായ്മ, ലാക്ക് ഓഫ് അബ്സ്ട്രാക്ട് തോട്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഈ ഘട്ടത്തില്, അതായത് ഇന്ദ്രിയ ചാലഘട്ടത്തില് കുട്ടിക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യല, മനസ്സിലായല. എന്നാൽ കുട്ടിക്ക് സ്പർശനം കൊണ്ടും കാഴ്ച കൊണ്ടും കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരു വസ്തുവിനെ കുറിച്ച്
പറയുന്നതിനേക്കാൾ, ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ച് കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാകില്ല. പക്ഷെ അത് കൈ കൊടുത്താൽ, അല്ല അത് കാണിച്ചു കൊടുത്താൽ കുട്ടിക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. ഒരു പാവയെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഇവിടെ പാവയുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. പാവ കൊടുത്താൽ എന്ത് ചെയ്യും, കുട്ടിക്ക് മനസ്സിലാവും. അപ്പൊ ആപ്പിളിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ, ആപ്പിൾ ഉണ്ട്, വീട്ടിൽ ആപ്പിൾ ഉണ്ട്, ആപ്പിളിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കുട്ടിക്ക് വേഗം മനസ്സിലാകുക അത് കൈ പിടിക്കുന്നതിലൂടെയാണ്. അതായത് ആപ്പിൾ കൈ പിടിക്കുന്നതിലൂടെയാണ് കുട്ടി അതിനെന്ത് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത്. അപ്പൊ അമൂർത്തമായ തിരിച്ചറിവില്ലായ്മ, അതായത് വസ്തുക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അത് സ്പർശനത്തിലൂടെയും അതുപോലെ തന്നെ അത് ഫീൽ ചെയ്യണം. കുട്ടിക്ക് ആ വസ്തുവാണെന്ന് കുട്ടി എന്ത് ചെയ്യണം, ഫീൽ ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, തിരിച്ചറിയാൻ സാധിക്കൂ. ഓക്കെ. ഘട്ടത്തിൽ മറ്റൊരു പ്രത്യേകതയാണ് ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തികൾ. ഇപ്പം ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തികൾ, ഗോൾ ഡയറക്റ്റഡ് ആക്ഷൻസ്. ഇപ്പൊ ഒരു കളിപ്പാട്ടം കട്ടിലിൽ കിടക്കുക, കുട്ടിക്ക് അത് കിട്ടുന്നില്ല. അപ്പൊ കുട്ടിക്ക് ഒരു ലക്ഷ്യം ഉണ്ട്, എന്താണ്, ആ കളിപ്പാട്ടം കിട്ടണം. അതിന് കുട്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പൊ കുട്ടിക്ക് അറിയാം എങ്ങനെ കളിപ്പാട്ടം കിട്ടും. വിരി വലിച്ചാൽ, അതായത് കിടക്കുന്ന കളിപ്പാട്ടം കിട്ടണമെങ്കിൽ വിരി വലിച്ചാൽ മതി. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, കളിപ്പാട്ടം നേരിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അപ്പൊ വിരി വലിച്ച് കുട്ടി എന്ത് ചെയ്യും, കളിപ്പാട്ടം എടുക്കും. അങ്ങനെ ഒരു സാമാന്യ ബുദ്ധി ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഒരു സാമാന്യ ബുദ്ധി ഈ കാലഘട്ടത്തിൽ കുട്ടിക്ക് വരും. അടുത്താണ് പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 to 7 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിലാണ് കുട്ടിക്ക് ഭാഷാ വികാസം ഉണ്ടാകുന്നത്. കുട്ടി അക്ഷരങ്ങൾ പഠിക്കാനും ഭാഷകൾ ഉച്ചരിക്കാനും ഒക്കെ തുടങ്ങുന്ന കാലഘട്ടമാണിത്. വാക്കുകൾ ഉപയോഗിച്ച് വാക്കുകൾ കൈകാര്യം ചെയ്യാനും വാക്കുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന് പഠിക്കാനൊക്കെ ഈ കാലഘട്ടം സഹായിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലാണ് അഹം കേന്ദ്രീകൃത ചിന്ത വരുന്നത്. അത് സ്വന്തം കാഴ്ചപ്പാടിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു, ലോകത്തെ നോക്കിക്കാണുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ കുട്ടിക്ക് എന്ത് അനുഭവപ്പെടുന്നു, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഉദാഹരണം, ഒളിച്ചു കളിക്കുമ്പോൾ കുട്ടി സ്വന്തം കണ്ണ് പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ കുട്ടി വിചാരിക്കും എന്ത്, മറ്റാരും തന്നെ കാണുന്നില്ല. അതായത് സ്വന്തം കണ്ണ് കുട്ടി തന്നെ പൊത്തിപ്പിടിച്ചാൽ കുട്ടി വിചാരിക്കും തനിക്ക് കാണാൻ പറ്റുന്നില്ല തന്നെ, അപ്പൊ മറ്റാർക്കും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതായത് തനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും കാണാൻ കഴിയില്ല എന്നൊരു ചിന്ത കുട്ടിക്ക് വരും. കേന്ദ്രീകൃത ചിന്തയ്ക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു കുട്ടി ടി വി കാണുമ്പോൾ സ്ക്രീനിന് മുന്നിൽ നിൽക്കുന്നു. അപ്പം തനിക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്റെ പിറകിലിരിക്കുന്ന ആൾക്കാർക്കും കാണാൻ സാധിക്കും. അപ്പൊ ടി വി കാണുമ്പം കുട്ടി സ്ക്രീനിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ കുട്ടി വിചാരിക്കുന്നു തനിക്ക് ടി വി കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് തന്റെ പിറകിലിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ത് ചെയ്യും, കാണാൻ സാധിക്കുന്നുണ്ടാവും എന്നൊരു വിചാരം കുട്ടിക്ക് വരുന്നു. അതായത് മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ ചിന്തിക്കാൻ ഈ കുട്ടിക്ക് പറ്റുന്നില്ല. കുട്ടി തന്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുന്നു. അതായത് തനിക്ക് ആ ടി വി കാണാൻ പറ്റുന്നുണ്ട്, അപ്പൊ എന്തായാലും പിറകിൽ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കുമെന്ന് കുട്ടി കരുതുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ജീവാരോപണ ചിന്ത. ഇപ്പൊ ഉദാഹരണം, കുട്ടി നടക്കുമ്പം തട്ടി വീണാല് തന്നെ വീഴ്ത്തിയ കസാരയെ കുട്ടി എന്ത് ചെയ്യുന്നു, അടിക്കുന്നു. കുട്ടി നടക്കുമ്പോൾ അറിയാണ്ട് കുട്ടി കസാരയെ തട്ടി വീണാൽ തന്നെ വീഴ്ത്തിയ കസാരയെ കുട്ടി എന്ത് ചെയ്യുന്നു, അടിക്കുന്നു. ഇപ്പൊ കസാരയ്ക്ക് ജീവനുണ്ടെന്നും അതിന് വേദനിക്കുമെന്നും കുട്ടി എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, പെൺകുട്ടികളൊക്കെ കളിപ്പാട്ടത്തോട് എന്ത് ചെയ്യും, സംസാരിക്കും, അല്ലെ? അപ്പൊ കളിപ്പാട്ടത്തോട് സംസാരിക്കും. അതാണ് ജീവാരോപണ ചിന്ത. അതായത് ജീവനില്ലാത്ത വസ്തുവാണെങ്കിലും അതിൽ ജീവൻ ഉണ്ടെന്ന് കുട്ടി വിചാരിക്കുന്നു, കുട്ടി അതിനോട് എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു. അതാണ് ജീവാരോപണ ചിന്ത. അടുത്തത് ഈ ഘട്ടത്തിലെ പ്രത്യേകതയാണ് കേന്ദ്രീകരണം. ഏതാണ്, കേന്ദ്രീകരണം. അപ്പൊ പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് കേന്ദ്രീകരണം. കേന്ദ്രീകരണം എന്ന് പറഞ്ഞാല്, ഇപ്പം ഒരേ അളവിലുള്ള ജ്യൂസ് ഒരു വീതിയുള്ള ഗ്ലാസ്സിലും നീളമുള്ള ഗ്ലാസ്സിലും ഒഴിച്ചാൽ നീളമുള്ള കുട്ടി ഏത് ഗ്ലാസ് തിരഞ്ഞെടുക്കും, നീളമുള്ള ഗ്ലാസ് തിരഞ്ഞെടുക്കും. ഇപ്പം ഒരേ അളവിലുള്ള ജ്യൂസ്, അത് ഒരുപോലത്തെ, ഇപ്പം ഒരേ അളവിലുള്ള ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസ് വീതിയുള്ള ഗ്ലാസ്സിൽ ഒഴിച്ചു നീളമുള്ള ഗ്ലാസ്സിൽ ഒഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2 ഗ്ലാസ്സിലും ഒരേ അളവിലാണ് ജ്യൂസ് ഒഴിച്ചത്, വീതിയുള്ള ഗ്ലാസ്സിലും ഒരേ അളവിലാണ്, നീളമുള്ള ഗ്ലാസ്സിലും ഒരേ അളവിലാണ് ജ്യൂസ് ഒഴിച്ചത്. അപ്പൊ കുട്ടി എന്ത് തിരഞ്ഞെടുക്കും, കുട്ടി അളവല്ല നോക്കുക, കുട്ടി നീളമുള്ള ഗ്ലാസ് ആണ് തിരഞ്ഞെടുക്കുക. അപ്പൊ കുട്ടി ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, അതിന്റെ അളവിലല്ല. കുട്ടി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തിനാണ്, ഗ്ലാസിന്റെ ഉയരത്തിലാണ്. കുട്ടി ചിന്തിക്കുന്നത് ഉയരമുള്ള ഗ്ലാസ്സിൽ കൂടുതൽ എന്ത് ചെയ്യും,
ജ്യൂസ് ഉണ്ടാവും. രണ്ടും ഒരേ അളവിലാണ് നിറച്ചത്. പക്ഷെ കുട്ടി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തു. ആ കാര്യം ഏതാണ്? ആ ഗ്ലാസിന്റെ ഉയരം. കുട്ടി ചിന്തിക്കുന്നത് ഉയരമുള്ള ഗ്ലാസ്സിലാണ് കൂടുതൽ എന്തുണ്ടാവുക? ജ്യൂസ് ഉണ്ടാവുക. അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഉയരമുള്ള ഗ്ലാസ് സെലക്ട് ചെയ്യും. അത് ആ ഉയരത്തിലേക്ക് കുട്ടി എന്ത് ചെയ്തു? കേന്ദ്രീകരിച്ചു. അടുത്തതാണ് പ്രാക് മനോവ്യാപാര ഘട്ടത്തിലെ അടുത്തതാണ് പ്രതീകാത്മക കളി. അതായത് ഒരു കുട്ടി ഒരു ചെറിയ കോലെടുത്ത് അത് കുതിരയാണെന്ന് സങ്കല്പിച്ച് അതിന് മുകളിൽ കയറി ഓടിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിനെ ഒരു പ്രതീകമായിട്ട് സങ്കല്പിക്കുക. ഇപ്പം ഒരു പാവ കിട്ടിയാൽ അതൊരു കുഞ്ഞാണെന്ന് കുട്ടി സങ്കല്പിക്കുന്നു. ഒരു പാവ പെൺകുട്ടിയെ കിട്ടിയാൽ അത് ഒരു കുട്ടിയാണ്, കുഞ്ഞാണെന്ന് സങ്കല്പിച്ച് ആ കുട്ടി കൊണ്ട് നടക്കുന്നു അല്ലേ? അതുപോലെ ഒരു കോലെടുത്ത് എന്ത് ചെയ്തു? അത് കുതിരയായി സങ്കല്പിച്ച് അതിന്റെ മുകളിൽ കയറി എന്ത് ചെയ്യുന്നു? ഓടിക്കുന്നു. നേഴ്സറിയിലൊക്കെ കണ്ടില്ലേ കുതിര ഇങ്ങനെ ഓടിക്കുന്നത്? അപ്പൊ ഒരു കോലെടുത്ത് ആ കുതിരേന്റെ കളിപ്പാട്ടം കിട്ടി അത് കുതിരയായിട്ട് കുട്ടി സങ്കല്പിക്കും. എന്നിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? ഓടിക്കുന്നു. അതായത് ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായി സങ്കല്പിക്കാനുള്ള ഒരു കഴിവ്, സങ്കല്പിച്ചുകൊണ്ട് കളിക്കാനുള്ള ഒരു കഴിവ് കുട്ടിക്കുണ്ട്. അതാണ് നേഴ്സറികളിലൊക്കെ ഈ കളിക്കുന്നതൊക്കെ അല്ലെ? കുതിരയെ കളിക്കുന്നത് കുതിരയാണോ? അല്ല, അത് കുതിരയായിട്ട് കുട്ടി സങ്കല്പിക്കുന്നു. എന്നിട്ട് കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? ആ വസ്തുവുമായിട്ട് ഇഴുകിച്ചേർന്ന് എന്ത് ചെയ്യുന്നു? കുട്ടി കളിക്കുന്നു. അപ്പം അതാണ് പ്രതീകാത്മക കളി. അത് ഈ ഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഈ ഘട്ടത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് മാറ്റമില്ലായ്മ. അതായത് നമ്മളിപ്പം 2+3 കൂട്ടി 5. അപ്പൊ ഒരു ഡയറക്ഷനിൽ കൂട്ടി. പക്ഷെ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് അത് തിരിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതായത് 5ന്ന് 3 കുറച്ചാൽ 2 ചിന്തിക്കാൻ കുട്ടിക്ക് എന്തനുഭവപ്പെടുന്നു? ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതായത് ഒരേ ദിശയിൽ മാത്രം കുട്ടി ചിന്തിക്കുന്നു. അതിനെപ്പറ്റി തിരിച്ച് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കുട്ടിക്ക് ഈ പ്രായത്തിൽ എന്ത് ചെയ്യുന്നില്ല? കൈവരുന്നില്ല. അപ്പൊ ഇത്രയാണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകത. അടുത്ത ഘട്ടമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഏത് പ്രായമാണ്? 7 മുതൽ 11 വയസ്സ് വരെ. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 മുതൽ 11 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിൽ കുട്ടി യുക്തിസഹമായി ചിന്തിക്കാൻ തുടങ്ങും. അതായത് കുട്ടിക്ക് ലോജിക്കൽ തിങ്കിങ് വരും. അപ്പൊ കുട്ടി പ്രധാനമായിട്ടും ഈ സങ്കല്പിക്കുന്ന പരിപാടി താരതമ്യം ചെയ്യുന്നൊക്കെ കുട്ടി നിർത്തും. കൺമുന്നിലുള്ള കാര്യങ്ങൾ അതിലെന്ത് ചെയ്യും? അതിലായിരിക്കും കുട്ടി പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ കൺമുന്നിലുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും കുട്ടി എന്ത് ചെയ്യുക? കുട്ടി യുക്തിക്കനുസരിച്ച് ചിന്തിക്കുന്നു. നേരത്തെ ഒരു കോല് കണ്ടിട്ട് കുതിരയാണെന്ന് കുട്ടി സങ്കല്പിച്ച കുട്ടി ആ കോല് കുതിരയല്ല എന്ന് കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചറിയാൻ പറ്റുന്നു. അപ്പം യുക്തിസഹമായ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ചിന്തിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ മറ്റൊരു മൂർത്ത മനോവ്യാപാര ഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സംരക്ഷണം. അപ്പം ഇപ്പൊ ഒരു വസ്തുവിന്റെ ആകൃതി മാറിയാലും അതിന്റെ അളവിൽ മാറ്റം വരില്ലെന്ന ധാരണ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ജ്യൂസ് ഒഴിച്ചു. അത് 2 ഗ്ലാസ്സിൽ ഒരേ അളവിലുള്ള ജ്യൂസാണ് ഒഴിച്ചത്. അപ്പം തടിച്ച ഗ്ലാസ്സിൽ ഉള്ള ജ്യൂസിന്റെ ആകൃതി ആയിരിക്കില്ല മെലിഞ്ഞ ഗ്ലാസ്സിലുള്ള ജ്യൂസിന്റെ ആകൃതിക്ക് വ്യത്യാസം വരുന്നുണ്ടല്ലോ. പക്ഷെ ഈ ആകൃതി മാറിയാലും എന്ത് ചെയ്യല? ആ വെള്ളത്തിന്റെ അളവിൽ എന്ത് ചെയ്യുന്നില്ല? രണ്ടും ഒരേ അളവുള്ള ജ്യൂസ് ആണെന്ന് കുട്ടി എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. അത് ഗ്ലാസിന്റെ ആകൃതി മാറിയാലും ആ ഗ്ലാസ്സിലുള്ള ജ്യൂസിന്റെ അളവ് തുല്യമാണെന്ന് കുട്ടി ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. അപ്പൊ വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ആകൃതി മാറും. ജലം ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിന്റെ ആകൃതിയാണ് ജലം എടുക്കുക. അപ്പം ആകൃതി മാറിയാലും എന്ത് ചെയ്യല? അളവിൽ മാറ്റം വരില്ല എന്ന് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ കുട്ടി എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. ഈ ഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വിപരീത ചിന്ത. ആകൃതിനെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അടുത്ത നോക്കുക, വിപരീത ചിന്ത. നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടി ഒരേ ദിശയിലാണ് ചിന്തിക്കുന്നത്, തിരിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ നടക്കും. ഇപ്പൊ ഉദാഹരണം 5+3 8 ആണെങ്കിൽ 8 - 3 5 ആണെന്ന് കുട്ടിക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? മനസ്സിലാക്കാൻ സാധിക്കുന്നു. കുട്ടിക്ക് ഒരു കാര്യത്തെ തിരിച്ച് ചിന്തിക്കാൻ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സവിശേഷതയാണ് ശ്രേണീകരണം. വസ്തുക്കളെ തരംതിരിക്കാൻ പറ്റും. വസ്തുക്കളുടെ വലിപ്പം, നീളം, ഭാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ ക്രമീകരിക്കാൻ കുട്ടി എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഇപ്പം വ്യത്യസ്ത നീളമുള്ള വടികൾ തന്നാൽ നീളം കുറഞ്ഞത് വേറെയും നീളം കൂടിയത് വേറെയും വെക്കാനും, അല്ലെങ്കിൽ നീളം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി
വെക്കാൻ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു സാധിക്കുന്നുണ്ട്. അടുത്ത പ്രത്യേകതയാണ് വർഗീകരണം. ഈ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത് വർഗീകരണം. അത് വസ്തുക്കളുടെ അവയുടെ സമാനതകൾക്കനുസരിച്ച് ഗ്രൂപ്പുകളായി തരംതിരിക്കാൻ കുട്ടി എന്ത് ചെയ്യുന്നു പഠിക്കുന്നു. ഇപ്പൊ ചുവന്ന കട്ടകൾ ഒരു വശത്തും നീല കട്ടകൾ മറ്റൊരു വശത്തുമായി തരംതിരിച്ചു വെക്കാൻ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു. ഒരേ വ്യക്തി തന്നെ ഒരേ സമയം അച്ഛനും സഹോദരനും മകനുമാകാമെന്ന സങ്കീർണമായ ബന്ധങ്ങൾ അവൻ എന്ത് ചെയ്യുന്നു തിരിച്ചറിയുന്നു. അപ്പൊ തന്റെ അച്ഛൻ മറ്റൊരാളുടെ സഹോദരനാണെന്നും അപ്പൊ താൻ അച്ഛന്റെ മകനാണെന്നും, അതായത് അച്ഛന് പല റോളുകൾ ഉണ്ടെന്ന് കുട്ടി എന്ത് ചെയ്യുന്നു തിരിച്ചറിയുന്നുണ്ട്. തന്റെ അച്ഛൻ വേറൊരാളുടെ സഹോദരനാണെന്നും അതുപോലെ തന്നെ താൻ അച്ഛന്റെ മകനാണെന്നും ഒക്കെയുള്ള സങ്കീർണമായ ബന്ധങ്ങൾ, അത് ബന്ധങ്ങളിലെ സങ്കീർണത കുട്ടി എന്ത് ചെയ്യുന്നു തിരിച്ചറിയുന്നു. അടുത്ത ഈ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ് വികേന്ദ്രീകരണം. അപ്പം ഒരു വസ്തുവിന്റെ ഒന്നിലധികം വശങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കാൻ കുട്ടിക്ക് കഴിയുന്നു. ഒരു ക്യൂബ് തന്നാൽ ആ ക്യൂബിന്റെ എല്ലാ വശങ്ങളും കുട്ടിക്ക് ഒരേ സമയം എന്ത് ചെയ്യുന്നു ശ്രദ്ധിക്കാൻ പറ്റുന്നു. ഇത് നേരത്തെ ഘട്ടത്തില് ഒരു ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത കുട്ടി ഒരു വസ്തുവിന്റെ എല്ലാ വശങ്ങളിലേക്ക് കുട്ടിക്ക് എന്ത് ചെയ്യുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് ഒരു കളിപ്പാട്ടത്തിന്റെ നിറം മാത്രം നോക്കാതെ അതിന്റെ ആകൃതിയും വലിപ്പവും കൂടി പരിഗണിക്കാൻ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു. അടുത്ത ഘട്ടം ലാസ്റ്റ് ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് 11 വയസ്സ് മുതൽ ആരംഭിക്കുന്നതാണ്. 11 വയസ്സ് മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. 11 വയസ്സ് മുതൽ ആരംഭിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഈ കാലഘട്ടത്തിൽ അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ശാസ്ത്രീയമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നു. അപ്പം ഒരു പ്രശ്നം വന്നാൽ അതിനെപ്പറ്റി ചിന്തിക്കാനും വ്യക്തമായി ചിന്തിക്കാനും ശാസ്ത്രീയമായ രീതിയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു. ഈ കുട്ടികൾക്ക് ഈ സമയത്ത് ഇപ്പം എന്താ പറയുക, ഇതിന്റെ പ്രധാന ആശയങ്ങൾ, അമൂർത്തമായ ചിന്തയുടെ പ്രധാന ആശയങ്ങളാണ്: ഒന്ന് സ്കീമ, അറിവ് സംഭരിച്ചു വെക്കാനുള്ള മാനസിക ഘടന കുട്ടിക്ക് ഉണ്ടാവുന്നു. രണ്ടാമത്താണ് അസിമിലേഷൻ, കിട്ടിയ അറിവിനെ പഴയ അറിവിനോട് കൂട്ടിച്ചേർക്കാൻ കുട്ടിക്ക് സാധിക്കുന്നു. അമൂർത്തമായ ചിന്തയുടെ ഒന്നാമത്തെ ഘട്ടമാണ് സ്കീമ, അറിവ് സംഭരിക്കണം, പഠിക്കാനുള്ള ഒരു മാനസിക ശേഷി കുട്ടിക്ക് വരുന്നു. പഠിച്ച കാര്യങ്ങളെ മറ്റു കാര്യങ്ങളോട് താരതമ്യം ചെയ്യുക, അസിമിലേഷൻ കുട്ടിക്ക് ലഭിക്കുന്നു. മറ്റൊന്നാണ് അക്കമഡേഷൻ, പുതിയ സാഹചര്യത്തിനനുസരിച്ച് നിലവിലുള്ള അറിവിൽ എന്ത് ചെയ്യുന്നു മാറ്റങ്ങൾ വരുത്തുന്നു. പുതിയ സാഹചര്യത്തിനനുസരിച്ച് നിലവിലുള്ള അറിവുകളിൽ മാറ്റം വരുത്തുന്നു. അപ്പം കുട്ടിക്ക് സ്കീമ ലഭിക്കുന്നുണ്ട്, അസിമിലേഷൻ ലഭിക്കുന്നുണ്ട്, അക്കമഡേഷൻ ലഭിക്കുന്നുണ്ട്. അറിവ് സംഭരിക്കുന്നുണ്ട്, പുതിയ അറിവിനെ പഴയ അറിവിനോട് ചേർക്കുന്നുണ്ട്, പുതിയ സാഹചര്യത്തിനനുസരിച്ച് നിലവിലുള്ള അറിവിൽ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റം വരുത്തുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടം നമ്മൾ പറഞ്ഞു 11-12 വയസ്സ് തുടങ്ങി പ്രായപൂർത്തിയാകുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട് നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞു അമൂർത്തമായ ചിന്ത. രണ്ടാമത്താണ് അനുമാനയുക്തി. ഈ കാലഘട്ടത്തിലെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയാണ് ഏത് അനുമാനയുക്തി. ഏതാണ് അനുമാനയുക്തി. അപ്പം അനുമാനയുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രശ്നത്തിന് സാധ്യമായ എല്ലാ പരിഹാരങ്ങളും മുൻകൂട്ടി ചിന്തിക്കാനും അവ ഓരോന്നായി പരിശോധിക്കാനും ഈ ഘട്ടത്തിൽ സാധിക്കുന്നു. അതായത് ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, എങ്ങനെ ഞാൻ ഈ വർക്ക് ചെയ്യണം, ഈ പ്രൊജക്ട് എങ്ങനെ ചെയ്താൽ എനിക്ക് മാർക്ക് കിട്ടും, ഈ പ്രൊജക്ട് എങ്ങനെ ചെയ്താൽ നന്നാക്കാം എന്നൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നു ഒരു അനുമാനയുക്തി കുട്ടിക്ക് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വരുന്നതാണ് യുക്തിസഹമായ ചിന്ത, ലോജിക്കൽ റീസണിങ്. കാര്യകാരണ സഹിതം ചിന്തിക്കാനും ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും ഈ കാലഘട്ടം ചെയ്യും സഹായിക്കും. കാര്യകാരണ സഹിതം ചിന്തിക്കാൻ മാത്രമല്ല, ശാസ്ത്രീയമായ നിഗമനങ്ങളിലും കുട്ടി എന്ത് ചെയ്യും എത്തിച്ചേരാൻ ഈ കാലഘട്ടം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതീകാത്മക ചിന്ത വളരും. അതായത് വാക്കുകളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും സങ്കീർണമായ ആശയങ്ങൾ വ്യക്തമാക്കാൻ ഈ പ്രായത്തിൽ കുട്ടിക്ക് കഴിയും. ഒരു കാര്യം വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ, അത് വാക്കുകളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാനും, ഇനി വാക്കുകളിലൂടെ മനസ്സിലായില്ലെങ്കിൽ ചിത്രസഹിതം ചിഹ്നങ്ങളിലൂടെ സങ്കീർണമായ ആശയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും കുട്ടിക്ക് എന്ത് ചെയ്യും ഈ കാലഘട്ടത്തിൽ കഴിയും.
അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സാമൂഹികവും ധാർമ്മികവുമായ ബോധം ഈ കാലഘട്ടത്തിൽ വരും. സ്വന്തം പ്രവർത്തികൾ മൂലമുണ്ടാകുന്ന ധാർമ്മികവും നീതിയുക്തവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കുട്ടി ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങും. പണ്ടത്തെ പോലെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് കരയുക, നിലവിളിക്കുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതായത് സാമൂഹികവും ധാർമ്മികവുമായ ബോധം. ഈ പ്രവൃത്തി ചെയ്താൽ എന്ത് പ്രത്യാഘാതമാണ് തനിക്ക് ഉണ്ടാവുക. ഇപ്പൊ ഒരു വഴി കൂടെ പോകുമ്പോൾ ഒരു മാവിൽ മാങ്ങ കണ്ടു. അപ്പൊ അതിനെ എറിയില്ല. കാരണം അതൊരാളുടെ പറമ്പാണ്, അവിടുത്തെ മാങ്ങയാണ്. അപ്പൊ അത് എറിഞ്ഞാൽ എന്ത് പ്രത്യാഘാതം, മാങ്ങയ്ക്ക് എറിഞ്ഞാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കുട്ടി ആദ്യം എന്ത് ചെയ്യും, ചിന്തിക്കും. എന്നിട്ടേ കുട്ടി എന്ത് ചെയ്യൂ, ആ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കില് നമുക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.